കുഞ്ഞിനെ കയ്യിൽ വാങ്ങിക്കുന്ന ആ ഒരു വീഡിയോയ്ക്ക് മലയാള സിനിമയിൽ ഇനി അതിന് ലൈക്കൊക്കെ അവര് ചെയ്യാത്ത നടിമാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്മാർ ഒറ്റയാൾ പോലും ഇല്ല, മൊത്തം നടിമാരും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി, എന്നിട്ട് തിരിച്ച് ഒരു കൂട്ടുകാരന് ആലോചന വരുമ്പോഴാണ് സൂസന്റെ ഫോട്ടോ കാണുന്നത്. ആ ഫോട്ടോ കണ്ടപ്പോ എന്തായിരുന്നു ആലോചിച്ചത്? പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, പക്ഷെ നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ അച്ഛൻ ഇത് കെട്ടിയിട്ടല്ലേ ഇത് കേട്ടു, ഒരു വർഷമായില്ല. ഈ ഒലക്കയുടെ മൂടൊക്കെ കണ്ടുപിടിക്കുന്ന വേറൊരു സ്ട്രാറ്റജിയാണ്. ചോദിക്കുന്നതാ പിള്ളേര്, അത് തമാശക്ക് ചോദിക്കുന്നതായിരിക്കാം, എനിക്ക് അറിയാമോ എന്ന് അറിയാൻ ചോദിക്കുന്നതായിരിക്കാം. തേങ്ങാ കൊലക്ക എന്തോ ഇംഗ്ലീഷ് പറയുന്നത്, ഒലക്കയുടെ മൂടിന് എന്തോ ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് ഒരു ഫണ്ണ കൊള്ളാം, ഒലക്കയുടെ മൂട് കണ്ടുപിടിച്ചാൽ പൊളിയായിരിക്കുമല്ലോ. അവളുടെ പേരിൽ എന്തെങ്കിലും പ്രൊമോഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് അവക്കുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കണ്ട എന്നുള്ളത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മളെപ്പോലെ വ്ളോഗർ ആവണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങളുടെ നറേഷനാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അതില് ചിലതിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കൊതി ഊർന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തേർഡ് പേഴ്സൺ ആയിട്ട് മാറി നിന്നിട്ട് ആണ് അത് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ആയിട്ടാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ദേ കണ്ടോ താടിക്കാരൻ ചിക്കനൊക്കെ അങ്ങോട്ട് എടുത്തിട്ടോ അതിന്റെ മീതെ ആ പൊടി അങ്ങോട്ട് ഇടമ്പോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഭയങ്കര രസമാണ്. ശരിക്കും ആ നറേറ്റീവ് സ്റ്റൈലിലേക്ക് വന്നത് കുറച്ച് വീഡിയോ ചെയ്ത് വർക്കൗട്ട് ആയതിനു ശേഷമാണോ, ആദ്യമേ അത് തന്നെയാണോ? ആദ്യമല്ല നോർമൽ ആയിട്ട് പറയാം. ആദ്യമൊക്കെ നോർമൽ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ശബ്ദമൊക്കെ വളരെ പിടിച്ച് സോഫ്റ്റ് ആക്കി ഭയങ്കര പാടുപെട്ടൊക്കെ ആദ്യത്തെ വീഡിയോകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ വീടിന്റെ ഒരു 6ന്റെ തീരത്ത് അതിന്റെ അക്കരത്തെ വീട്ടിലൊരു പയ്യനുണ്ട്, അവൻ അവിടെ കിടന്ന് തെറി അലമ്പും എല്ലാം ഉണ്ട്. അതല്ല ഈ വീഡിയോക്കകത്ത് കയറും. അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിധത്തിൽ ഇടാൻ പറ്റും. ഇതിനകത്ത് ഇവൻ പച്ചത്തെറി പറയുന്നവരെ ഇതിനകത്തുണ്ട്. അപ്പൊ ഇടാൻ പറ്റിയത് കേട്ടോണ്ട് ആ വീഡിയോയുടെ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ഡബ് ചെയ്ത് നോക്കിയതാ. ആ ഒരു വീഡിയോ എത്രയോ കോടികളിലൊക്കെ ആ വീഡിയോയുടെ വ്യൂ പോയത്. അത് കുറെ ചാനലുകളിലും വന്നു, TV ചാനൽസിലും എല്ലാ വീഡിയോ വന്നായിരുന്നു. ഒരു പൊതിച്ചോറാണ്, ഒരു വിയറ്റ്നാംകാരുടെ ഒരു പ്രത്യേകതരം പൊതിച്ചോറായിരുന്നു. അതങ്ങ് ഹിറ്റായപ്പോ പിന്നെ അതങ്ങ് പിടിച്ച് അങ്ങനെ പിന്നെ ആ സ്റ്റൈലാക്കി. പിന്നെ അതാണ് രസം. അത് ന്യൂസിൽ വന്നതുപോലെ ഓരോരുത്തർ അയച്ചു തരുമ്പോഴാണ് നമ്മൾ അതെ. അതുപോലെ അത് നിങ്ങൾ പറയുന്നത് സൂസനെയും താടിക്കാരനെയും വേറൊരാളായിട്ടാണല്ലോ അതിനകത്ത് ചിത്രീകരിക്കുന്നത്. താടിക്കാരനും സൂസനും കൂടെ കണ്ടോ തിരിച്ചിട്ട് മറിച്ചിട്ട് പെരട്ടിയിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു അതുമല്ല അത് രസമാണ്. ഈ ഫുഡിന്റെ വീഡിയോസ് നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്തൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ് പൊലിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് കൂടുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഞാനിപ്പോ ഇതൊന്നും കഴിക്കാറില്ല, പക്ഷെ ഞാനിത് ഇങ്ങനെ കണ്ടിരിക്കുമ്പോ എനിക്ക് ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? മുമ്പ് കഴിച്ചിരുന്നു കേട്ടോ. ഈ ഡ്രോബാക്സിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെന്നൈയിൽ പോയിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്തും ഒക്കെ വീണു പോയ ഒരവസ്ഥയുണ്ട്. പക്ഷെ വീണെടുത്തുന്നൊക്കെ ആദ്യം ഒരു ഹൈപ്പിലേക്ക് പോയി, പക്ഷെ വീണു പോകുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വീഴ്ചകൾ വന്നല്ലോ. അപ്പൊ ഈ വീഴ്ചകളൊക്കെ ശരിക്കും ഇന്നത്തെ ഒരു കരുത്തും ഇപ്പം ഇത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷവും ഒക്കെയാണ്. വീഴ്ചയാണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഇന്നത്തെ ഒരു മാറ്റത്തിന്റെ ഇപ്പൊ ഒരു സ്പേസിൽ നിൽക്കുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷമാണ്. അയ്യോ വീണ് മാത്രമേ മുന്നോട്ട് വരാവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അഹങ്കാരം പെരുക്കും. ശരിക്കുള്ള കാര്യമാണ്. വീട് അടികിട്ടി അങ്ങനെ മാത്രമേ നമ്മൾ മുന്നോട്ട് വരാറുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഹോസ്പിറ്റലിൽ അച്ഛനെ മുന്നിൽ ഇപ്പൊ ഇങ്ങനെ തലയെ കുറിച്ച് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നിൽക്കണം. അങ്ങനെയൊക്കെ നിന്ന് മുന്നോട്ട് വന്നാലേ ഉള്ളൂ നമ്മുടെ ക്യാരക്ടർ ശരിയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരം ഉണ്ടാകും. നമുക്ക് അല്ലാതെ തന്നെ അഹങ്കാരം ചില സമയത്തൊക്കെ തോന്നിപ്പോകുന്നത് മനുഷ്യരല്ലേ. ശരിക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെ വീഴണം. എല്ലാവർക്കും നല്ല മോശ സമയങ്ങളിലൂടെ പോയതിനു ശേഷം മാത്രമേ നല്ല ലൈഫ് നല്ല ബുദ്ധിമുട്ടിലൂടെ വന്നവരാണ് അങ്ങനെ വരണം. ശരിക്കും ടീച്ചറുടെ ശരിക്കുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത് ഏതൊക്കെ ഘട്ടത്തിലായിട്ടാണ് ടീച്ചർ ഇപ്പൊ മാർക്ക് ചെയ്യുന്നത്? ചെറിയ പ്രായം തൊട്ടേ, അതായത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സക്സസ് വരും. ഇപ്പം 2002 NCCയിൽ ഇന്ത്യയിലെ തന്നെ ഷൂട്ടിംഗ് ചാമ്പ്യൻ ഞാനായിരുന്നു. റെക്കോർഡൊക്കെ എൻ്റെ പേരിൽ ഇപ്പോഴും ആരും അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം 0.2 റൈഫിൾ 0.44 റെക്കോർഡ് കിടക്കുന്നത്. അപ്പം ആ റെക്കോർഡൊക്കെ ഇപ്പോഴും ബ്രേക്ക് ചെയ്തത് അറിയത്തില്ല. അങ്ങനെ ഒരു വലിയ ഹൈപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈഫിൽ വരും. പക്ഷെ ബാക്കി സമയങ്ങളിലെല്ലാം അട്ടർ ഫ്ലോപ്പാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഹൈപ്പ് വരും, പിന്നെ താഴെ പോവും. അങ്ങനെ ഒരു ഇതാണ് ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്ന രീതി. അതാണ് അത് ടീച്ചറുടെ തന്നെ മനോഭാവം കൊണ്ടാണെന്നാണ് ടീച്ചർ. ഒരു സംശയമില്ല, എന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. അത് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം ചില ആളുകൾ പറയും എല്ലാവരും എന്നെ ഉപയോഗിച്ച്, എല്ലാവരും എന്നെ പറ്റിച്ചു എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ഒരാൾക്ക് പറ്റിക്കാൻ ഞാൻ അനുവദിച്ചിട്ടല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. അത് എന്റെ കുഴപ്പം മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് പുറകിലോട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ
വീട്ടുകാരുടെ ഇത് വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം. പക്ഷെ അതിനുശേഷം നമുക്ക് സ്വന്തം കാലം നിന്നതിന് ശേഷം നമുക്ക് എന്നാ സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അത് ആറ് തല വെക്കാൻ പറ്റത്തില്ല. അല്ല പിന്നെ മനുഷ്യന് വീഴ്ച എന്ന് പറയുന്ന അസുഖമൊക്കെ വന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാറില്ല പോയി. അല്ലാത്ത ഏതൊരു കാര്യത്തിലും മനുഷ്യന് എഴുന്നേറ്റ് നിന്ന് അവൻ്റെ കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ചെയ്തിരിക്കണം, അതാണ് അതിൻ്റെ രീതി. എങ്കിലും ഭൂമി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പയ്യെ ഔട്ടായി പോകും. ഈ ഗ്രിപ്പ് അടിക്കുന്ന ഒരു സ്പേസിൽ ഒരു രാത്രി കൊണ്ട് 50,000 ഫോളോവേഴ്സിനെ കിട്ടിയെന്ന് പറയുന്നത് അവിടെയാണോ ശരിക്കും മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഹൈപ്പിലേക്ക് വരുന്നത്? അതിനുശേഷം വീണിട്ടില്ലല്ലോ? അതിനുശേഷം ഒരിക്കലും വീണിട്ടില്ല. അതായിരുന്നു പോയിന്റ് ശരിക്കും. ഈ സൂസനെയും കൂടെ ശരിക്കും ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഒരു വീഡിയോ ഫോർമാറ്റിലേക്ക് സൂസനെ കൊണ്ടുവന്നു. അല്ല, ശരിക്കും വീഴാത്തതിന്റെ സ്റ്റാർട്ടിങ് ഞങ്ങളുടെ കോംബോയ്ക്ക് ശേഷം പിന്നെ ഒരു വീഴ്ച വന്നിട്ടില്ല. അതാണ് കോംബോ വന്നേ പിന്നെ കല്യാണത്തിന് ശേഷമുള്ള ഞങ്ങളുടെ കോംബോയിൽ പിന്നെ ഒരിക്കലും വീഴ്ച വന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളത് സോർട്ട് ഔട്ട് ചെയ്ത് എന്തോ ഒരു നമുക്കൊരു കത്തുമല്ലോ ഒരു സാധനം, ഒരു പോയിന്റില് സാധനം കത്തി. അതെന്തായിരിക്കും അത് എങ്ങനെയാ അത് പറഞ്ഞു തരുന്ന തരത്തിൽ ഒരു സാധനം, അതായത് ഈ കുറെ തവണ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ചിലര് പറയത്തില്ല എത്ര അടി കിട്ടിയാലും പഠിക്കത്തില്ലെന്ന്. ഞങ്ങളൊരു പോയിന്റിൽ അതങ്ങോട്ട് പഠിച്ചു. ഇനി ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് അതൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ ചേഞ്ച്. രണ്ടാമത്തെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു എനിക്ക്, പ്രത്യേകിച്ച് എനിക്ക്. എല്ലാത്തിനകത്തൊരു ഭയങ്കര ദാരിദ്ര്യം സംസാരിക്കാതെ അതങ്ങോട്ട് എടുത്ത് മാറ്റി ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് നല്ല ഉയർച്ച കാണണം എന്നുള്ളൊരു ബോധത്തിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. എൻ്റെ ഒരു വലിയ ഉദാഹരണം, കുഞ്ഞിൻ്റെ പേര് 8 വർഷം മുമ്പ് ഞാനിങ്ങനെ ഒരു ഫാമിലി വേണം, കല്യാണം വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്ത്, ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ സ്വർഗ്ഗമാണല്ലോ തരുന്നത്, ദൈവം തരണമല്ലോ, ദൈവത്തിൻ്റെ റിവാർഡാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. കാരണം അങ്ങനെ നമ്മുടെ മാത്രം എടുക്കായിരുന്നെങ്കിൽ എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ദൈവം കൂടെ വിചാരിക്കണം എന്നുള്ള ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് അവിടെ വെച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഹെവൻലി എന്നുള്ള പേര് കിട്ടി. അന്നേരം ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ കബേർഡിൽ ഹെവൻലി അന്ന് താടിക്കാരൻ എന്നുള്ള ആ കോൺസെപ്റ്റ് ഇല്ലല്ലോ, അപ്പം ഹെവൻലി എന്ന് മാത്രം എഴുതിയിട്ടു. ബോയ് ആണെങ്കിൽ സാമുവൽ എന്നൊരു പേരും കിട്ടി. സാമുവൽ എന്നുള്ള ബൈബിളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. അതും ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളില്ലാതെ ഉണ്ടാവുന്നതാണ്. ശമൂവേൽ ഉണ്ടാവുന്നത്, ഹന്നയ്ക്ക് ഉണ്ടാവുന്നത്, അങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു പേര്, ഈ 2 പേരും എഴുതി വെച്ച് എൻ്റെ ഹോസ്റ്റലിൽ എല്ലാ പിള്ളേർക്കും അതറിയാം. അപ്പം ഞാൻ വിചാരിച്ചു 8 വർഷം മുമ്പ് എഴുതി വെച്ചൊരു സാധനം ഇപ്പം നടക്കുന്നത്, അല്ല 8 അല്ല 10 വർഷം മുമ്പ് നടന്നൊരു സംഭവം ഇപ്പം നടക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ അത് നടക്കണമായിരിക്കും. അപ്പോൾ ദാരിദ്ര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാരിദ്ര്യത്തിൽ തന്നെ ഇരിക്കും. കാരണം 10 വർഷമായിട്ട് ദാരിദ്ര്യം ചിന്തിച്ചു, അതിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു. മുന്നോട്ട് നീങ്ങണമെന്ന് ചിന്തിച്ച ആ ഒരു ടൈമിലാണ് ഞങ്ങൾക്കൊരു ട്രാൻസിഷൻ ഉണ്ടായത്. അച്ഛ ഓൾറെഡി ആ വിഷനിലുണ്ടായിരുന്നു, പക്ഷെ അച്ഛ വിഷനിലുണ്ടായിട്ടും കാര്യമില്ലല്ലോ, ഭർത്താവ് ഉണ്ടായിട്ടും കാര്യമില്ല, ഭാര്യയും കൂടെ ആ വിഷനകത്തോട്ട് കയറണം. കല്യാണം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അച്ഛയുടെ ആ ഒരു, അതായത് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പം ഫെയിലിയേഴ്സായിട്ടല്ല ജീവിക്കേണ്ടത്, വിന്നേഴ്സായിട്ട് ജീവിക്കണം. നമ്മൾ പറയുമ്പോഴും ഇന്ന ആളെ പോലെ റിച്ച് ആവണം എന്നല്ല, ഇന്ന ആളെ കാട്ടിലും റിച്ച് ആവണം എന്നുള്ള ചിന്തയെ ജീവിക്കണം എന്നുള്ള സാധനമൊക്കെ കത്തുന്നത് കല്യാണം കഴിയുമ്പോൾ. ഇതൊക്കെ മലയാളികൾക്ക് ഭയങ്കര ക്രൈമാ കേട്ടോ. അതൊക്കെ ഒരു പൈസ ഉള്ളവെന്ന് പറഞ്ഞാൽ ലോക ക്രിമിനൽ എന്നാണ് മലയാളീസ് വിശ്വസിക്കുന്നത്. പക്ഷെ യൂസഫ് അലിയെ മറ്റേ അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ചാരിറ്റി ലോകത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ശരിയല്ലേ? നമ്മൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര മനുഷ്യർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും, എന്തൊരു സാധ്യതകളാണ്. ഓരോ തവണ ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അവരെ കൂടെ ജോലിക്കകത്ത് കയറ്റാലോ, അവർക്ക് കൂടെ ശമ്പളം കിട്ടുമല്ലോ, അവരുടെ കാര്യം കൂടെ ഒന്ന് നടക്കുമല്ലോ, ഇതാ ചിന്തിക്കുന്നത്. ആ ചിന്ത വേണം. അത് ഒരു 10 പേര് ഒന്നിച്ചെന്ന് ചിന്തിക്കുവാണെങ്കിൽ എന്തുമാത്രം മില്യനേഴ്സ് ഇവിടെ ഉണ്ടാവും. ഒരു നാട്ടിൽ ഒരു മില്യനേർ പോരാ, ഓരോ പഞ്ചായത്തിലും വേണമെന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം മാറും, ആ ചിന്താഗതി മാറും, ശരിക്കും മാറും. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിന്തയിൽ ഒരു മാറ്റം വന്നത്. ആ ആളുകൾ അംഗീകരിച്ചില്ലെങ്കിലും അംഗീകരിച്ചാലും ഞങ്ങൾക്ക് അത് വർക്കൗട്ട് ആയി വരുന്നുണ്ട് ഇപ്പം. അപ്പൊ അത് സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ തന്നെ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചേഞ്ച്. അതായത് അതിനെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ നമ്മൾ എന്തായി തീരണം എന്നുള്ളത് മുൻകൂട്ടി ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ തോട്ടുകളും മാറ്റിയിട്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി, അതാണ് അതിൻ്റെ ഒരു ആകെക്കൂടിയുള്ളത്. അപ്പം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് മാക്സിമം ഗ്രോ ആകുക, മാക്സിമം റിച്ചായി പോവുക എന്നുള്ളത് തന്നെയാണ്. അത് ചുമ്മാ ആർഭാടത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല. ഞങ്ങൾ ഇപ്പം തന്നെ എൻ്റെ എല്ലാ റവന്യൂവിൻ്റെയും 22 ചില സമയങ്ങളിലൊക്കെ 40 വരെ % മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് 1 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ 60,000 രൂപ മാത്രമേ എൻ്റെതായിട്ട് വരുന്നുള്ളൂ, ബാക്കി 40 മുഴുവൻ ചാരിറ്റി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കുറേ കൂടെ ആകുമ്പോഴത്തേക്ക് ഇനി എൻ്റെ % വലുതാക്കി അങ്ങനെ പോകണം എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നൊരു
ഗോൾ എന്നുള്ളത്. അടിപൊളി. ഈ മലയാളം പഠിപ്പിക്കാൻ എളുപ്പമാണ് മാഷന്മാർക്ക്, മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്ന മാഷന്മാർക്കാണ് ബുദ്ധിമുട്ട്. നമ്മൾ അന്നും ഫേസ് ചെയ്തിട്ടുണ്ട്, ഇന്നും നമുക്കറിയാം. മറ്റേത് കഥ പോലെ പറഞ്ഞ് കൈയടി നേടാൻ പറ്റും, ഭയങ്കര രസമായിട്ട് ആൾക്കാർ കേട്ടുവരിക്കും. നമ്മൾ കുട്ടികളായിരുന്നപ്പോഴും അറിയാലോ, നമ്മൾ പഠിക്കാത്ത വിഷയങ്ങളും കൂടിയാണ്. ഞാനൊന്നും ഇന്നും പഠിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് ആൾക്കാരെയൊക്കെ പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു ടെക്നിക്കിലേക്ക് എങ്ങനെ അത് ഭയങ്കര ട്രൈ ചെയ്ത് നമ്മൾ ബുദ്ധിപരമായി ഉണ്ടാക്കിയതാണോ അത് പരുവപ്പെട്ട് ഇങ്ങനെ വന്നതാണോ? ഒന്ന് ഞാൻ ഗൾഫിലാണ് പഠിച്ചത്. അപ്പൊ അതിന്റെ ഒരു ഗുണം എനിക്കുണ്ടായി, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗൾഫ് സ്കൂൾസിൽ നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. പക്ഷെ ഗൾഫ് സ്കൂൾസിൽ പോലും ഞാൻ നേരിട്ടൊരു പ്രശ്നം, ഞാൻ 2 തവണ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയ ആളാണ്. അപ്പൊ നാട്ടിൽ വരുമ്പോൾ ഇംഗ്ലീഷ് മൊത്തം മറക്കും, മലയാളമാവും. പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഈ ഗൾഫിലെ പിള്ളേരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി പിള്ളേരെ പോലെ അല്ല, ഇത് ഭയങ്കരമായിട്ട് കളിയാക്കും ഇംഗ്ലീഷ് ശരിയായില്ലെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒത്തിരി കളിയാക്കി വരുമ്പോഴത്തേക്ക് പോയി നമ്മളിങ്ങനെ വിചാരിക്കും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ. ടീച്ചേഴ്സൊക്കെ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാനും ക്ഷമയില്ല, സമയമില്ല. ഞാൻ ആദ്യമായിട്ട് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് 2ാമത്തെ തവണ ദുബായിൽ പോകുമ്പം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞാൻ കയറി ചെല്ലുമ്പോൾ പറഞ്ഞതാണ്, ഹിയർ ഇസ് അനദർ ഹെഡേക്ക് കമ്മിങ്. പുതിയതായിട്ട് ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്ത് ക്ലാസ്സിലോട്ട് വന്നപ്പം ക്ലാസ് ടീച്ചർ അറ്റൻഡൻസ് എടുത്തോണ്ടിരുന്ന ടീച്ചർ തലയ്ക്ക് കൈവച്ചിട്ട് പറയാം അടുത്ത തലവേദന വരുന്നെന്ന്. അതായത് അവർക്ക് തലവേദനയാ, ഈ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേരെ ഈ മറ്റു പിള്ളേർക്കൊപ്പത്തിനൊപ്പം എത്തിക്കണ്ടേ. ശരിക്കും അവർക്ക് തലവേദന, അവർ പറഞ്ഞതിൽ തെറ്റില്ല, പക്ഷെ അതവർ ഉറക്കെ പറഞ്ഞു, നമ്മളത് കേട്ടു, നമ്മൾ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് വിഷമമായി. ഞാൻ തീരുമാനിച്ചു ഞാനൊരു ടീച്ചർ ആവുകയാണ്. ഞാൻ ചെറുപ്പം മുതലേ ഈ ടീച്ചർ ആവാനുള്ള ലക്ഷണങ്ങൾ കാണിക്കുമായിരുന്നു. സാരിയൊക്കെ ഉടുത്ത് തിണയ്ക്ക് പോയിരുന്ന് ടീച്ചറും കുട്ടിയും കളിക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഗവൺമെന്റ് സ്കൂളാണ്, കല്ലുപാറ ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ ഇരിക്കുന്ന പിള്ളേർ എല്ലാം ജനലിൽ നോക്കുമ്പോൾ കാണുന്നത് ഞാൻ ഈ സാരി ഉടുത്ത് തലയിൽ ഒരു കെട്ടും കെട്ടി ഒരു ഡോളിനെ പിടിച്ച് വടിയും വെച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നതായി കാണും. ആ ഡോള് കഴിഞ്ഞാൽ അവരെ നോക്കി അവരെയും പഠിപ്പിക്കും, അങ്ങോട്ട് നോക്കി പഠിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പം ടീച്ചറാണെന്നുള്ള ലക്ഷണങ്ങൾ ചെറുപ്പം മുതലേ കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു ടീച്ചർ ആവുകയാണെങ്കിൽ പിള്ളേരെ മനസ്സിലാക്കും, ഒരു കാരണവശാലും അവരെ വഴക്ക് പറയത്തില്ല, എൻ്റെ പേഴ്സണൽ ബുദ്ധിമുട്ടുകളെ പിള്ളേരുടെ മേലെ അടിച്ചേൽപ്പിക്കത്തില്ല. ചില ടീച്ചേഴ്സിന് അങ്ങനെ ഒരു സുഖമുണ്ട്, ഈ അവർക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ക്ലാസ്സിൽ വന്നിട്ട് പിള്ളേരുടെ മണ്ടയ്ക്ക് തീർക്കുന്നൊരു പരിപാടിയുണ്ട്. അതുമില്ല. പിന്നെ ഈ ആവശ്യമില്ലാത്ത വർത്താനം ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ ഞാൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ ടീച്ചർമാർ പറയാറ് നീ ഒന്നും ഒരു കാലത്ത് രക്ഷപ്പെടുത്തില്ലെന്നൊക്കെ പറയും. ഒരു ടീച്ചറൊക്കെ അത് പറയുവാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു വാദ്യാരാവുന്നത്? വാദ്യാരുകളൊന്നും അങ്ങനെ പറയാൻ പാടില്ല. അവരെ ഒരിക്കലും അവരുടെ എത്ര ബുദ്ധിമുട്ടിലുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങളുടെ അവസ്ഥ പിള്ളേർക്ക് വരരുത്, എങ്ങനെയും അവർ രക്ഷപ്പെട്ട് പോട്ടെ എന്നേ പറയാവൂ. ഒരു കൊച്ചു പഠിച്ചില്ലെങ്കിൽ അതിന് എന്നാ വേണം? എല്ലാ പിള്ളേരും പഠിക്കാൻ വേണ്ടി വരുന്നവരല്ല. ആ പഠിക്കാൻ വേണ്ടി വരാത്ത പിള്ളേരെ ഒരു അച്ചിലിട്ട് വാർക്കുന്ന പോലെ എടുത്ത് പഠിപ്പിക്കുന്നത് തന്നെ ഒരു തെറ്റാണ്. അതിന്റെ കൂട്ടത്തിൽ അവരെ പ്രാകുകയും കൂടെ ചെയ്താലും പ്രാക്ക് തന്നെ. നീ ഒന്നും ഒരു കാലത്ത് നീയൊക്കെ മീൻ വിറ്റ് നടക്കുകയുള്ളൂ, അതായത് അപ്പന് മീൻ കച്ചവടാ, നീ മീൻ വിറ്റോടും, എന്തൊരു ഇതാണ്. മീൻ വിറ്റ് നടന്നാൽ എന്നാ കുഴപ്പം? മീൻ വിറ്റ് നടക്കുന്നത് എത്രയോ പേര് കോടികൾ ഉണ്ടാക്കുന്നു, എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്നു. അപ്പോൾ ആ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലാസ് എടുത്തില്ലേലും സ്കൂളിൽ പഠിപ്പിച്ചില്ലേലും വേണ്ടല്ല, വീഡിയോയിൽ വന്ന് പിള്ളേരെ പഠിപ്പിക്കും. പിള്ളേർ കേട്ട് കഴിഞ്ഞാൽ എന്നോട് പറയണം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ട് ആ ഒരു കാലത്തും ആ വാക്ക് ഞങ്ങൾ മറക്കത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ആളുകൾ റിലേറ്റ് ചെയ്യുന്ന കോമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിമിക്രി ആക്ടോ എന്തെങ്കിലും ഒരു മോണോ ആക്ടോ ചേർത്തിട്ടാണ് ഞാൻ ആ വേർഡ് പഠിപ്പിക്കുന്നത്. അത് ക്ലാസ്സിലായിരുന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കോമഡി പറഞ്ഞോ അഭിനയിച്ചോ ഭയങ്കര എക്സ്പ്രഷൻ ക്വീൻ എന്നായിരുന്നു വിളിക്കുന്നത്. എക്സ്പ്രഷനൊക്കെ ഇട്ടാണ് പഠിപ്പിക്കുന്നത്. അത് എൻ്റെ ഒരു എഫർട്ട്. ചില പിള്ളേർക്ക് അത് വേണ്ട. ചില പിള്ളേർ പറയും മിസ് ഈ ഒത്തിരി അക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, മര്യാദയ്ക്ക് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതൊരു 100-ൽ 1 ഉള്ളൂ. അതുങ്ങൾക്ക് പറ്റിയ ടീച്ചേഴ്സാണ് മറ്റേത്. അപ്പൊ അത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ബാക്കി 99 പിള്ളേർ എന്നെ നോക്കി നിൽക്കുക. ആ 99 പിള്ളേരെ നോക്കി ഞാൻ പഠിപ്പിക്കുമായിരുന്നു. 1-2-3 പിള്ളേരുണ്ട് പഠിപ്പിസ്റ്റുകൾ തന്നെ. അവർക്ക് ഈ കോമഡി വേണ്ട, എക്സ്പ്രഷൻ വേണ്ട, നേരെ വരിക, നോട്ട്സ് കൊടുക്കുക, പോവുക. അവർക്കുള്ളതും ഞാൻ കൊടുക്കും, ഇവർക്കുള്ളതും കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നപ്പം ആ ക്ലാസ് റൂമിൽ ഉപയോഗിച്ച അതേ സാധനം കോമഡിയാക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഈ ഒലക്കയുടെ മൂടൊക്കെ കണ്ടുപിടിക്കുന്ന വേറൊരു സ്ട്രാറ്റജിയാണ്. അത് വേറെ ലെവലാ. അത് ചോദിക്കുന്നതാ പിള്ളേര്. അത് തമാശക്ക് ചോദിക്കുന്നതായിരിക്കാം, എനിക്ക് അറിയാമോ എന്ന് അറിയാൻ ചോദിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും, നമുക്ക് അറിയാമോന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മിസ് ഈ ഒലക്കയുടെ ചുമ്മാ അങ്ങ് ചോദിക്കും, തേങ്ങാ കൊലയ്ക്ക് എന്തോ ഇംഗ്ലീഷ് പറയുന്നത്, ഒലക്കയുടെ മൂടിന് എന്താ ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് ഒരു കൊള്ളാം, ഒലക്കയുടെ മൂഡ് കണ്ടുപിടിച്ചാൽ പൊളിയായിരിക്കുമല്ലോ. അങ്ങനെയാണ് ഈ ഒലക്കയുടെ മൂഡ് ചോദിച്ചതുപോലെ ഇംഗ്ലീഷ് ടീച്ചറുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു സാധനം നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ പറയുന്നത് സെൻഡ് ചെയ്യുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് സെൻഡിങ് ആണ് ശരിക്കും. അത് തന്നെ ചെയ്യുന്ന പ്രോസസ്സാണ് സെൻഡിങ്. അപ്പോൾ നമ്മൾ അയക്കുക എന്നാണ് പറയുക. പക്ഷേ ഈ അയക്കുന്ന പ്രോസസ്സിനെ ശരിക്കും അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിൽ സംഭവിക്കുന്ന പ്രോസസ്സ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഇംഗ്ലീഷിൽ സെൻഡിങ് ആണ്, അതിന്റെ മലയാളം എന്ത് പറയും? മലയാളമായിട്ടോ? അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ
ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷെ അതിനകത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് സെൻഡിങ് ആണ്. ഓക്കെ, നമ്മള് അതിനൊരു മലയാളം കണ്ടുപിടിച്ചു, എന്താ അയഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളാല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അല്ലാതെ എന്ത് പറയാൻ, അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ഞാൻ ചെയ്യാണ്, ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ അയക്കും എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ പ്രോസസ്സ് സെൻഡിങ് എന്നാണ് എഴുതി കാണിക്കുന്നത്. പക്ഷെ അപ്പൊ ഞാനില്ല, അങ്ങോട്ട് പോകത്തുള്ളൂ. അതെ, അതല്ല, ഞാൻ ഇത് ചെയ്യുന്നില്ല, അതാണ് ചെയ്യുന്ന ആ പ്രവൃത്തി. അപ്പൊ അതിനകത്ത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു ബുദ്ധിപരമായി ലിമിറ്റേഷൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചാലേ പറ്റുള്ളൂ. ഇനി മലയാളത്തിലെ സ്കോപ്പിൽ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ ഓക്സ്ഫോർഡിൽ കയറ്റാൻ പറ്റും. മലയാളത്തിന് വാക്കുകൾ ഇങ്ങനെ മലയാളത്തിന് അവര് റെക്കോർഡ് ചെയ്യത്തില്ല. ഈ അടിപൊളി എന്നൊക്കെയുള്ള വാക്ക് ഇങ്ങനെ പറഞ്ഞു ഫേമസ് ആക്കാന്നുള്ളതേ ഉള്ളൂ. ഇംഗ്ലീഷിൽ പക്ഷെ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു വാക്ക് ഭയങ്കര ഫേമസ് ആയി കഴിഞ്ഞാൽ അത് ഓക്സ്ഫോർഡിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഒഫീഷ്യൽ വേർഡാ. ഈ പ്രധാനമായിട്ട് വിട്ടുകളഞ്ഞ ഒരു സ്പേസ് എന്ന് പറയുന്നത് ബോഡി ഷേമിങ്ങിന്റെ ഏരിയയിൽ നിങ്ങൾ ഒരുപാട് തരത്തിൽ അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ രണ്ടുപേരും 2 കിലോയും 2 വ്യത്യാസവും ഒക്കെ ആകുമ്പോൾ ആൾക്കാർക്കൊക്കെയാണ് ഭയങ്കരമായ ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മൾ തന്നെ കല്യാണത്തിന് പോകുമ്പോൾ ഞാനും ഒക്കെ പറയാറുണ്ട്, സ്വാഭാവികമായിട്ടും അത് അവരുടെ ഇഷ്ടമല്ലേ. അമ്മയുടെ അടുത്ത് ഞാൻ ചോദിക്കും, അമ്മയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, അയ്യോ ആ ചെറുക്കൻ ഇങ്ങനെയാണ്, പെണ്ണിങ്ങനെയാണെന്നൊക്കെ പറയാൻ ഞാൻ പറയും. ഞാൻ അമ്മയെടുത്ത് ചോദിക്കും, അമ്മ നിങ്ങൾക്ക് എന്താ പ്രശ്നം, അവർക്ക് ഇഷ്ടപ്പെട്ടല്ലേ അവർ കല്യാണം കഴിച്ചെന്ന് പറയും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ 125 കിലോ എന്ന് ഇത് കുറച്ച് കൊണ്ടുവരാന്നൊക്കെ പറയുന്നത് പറയാവുന്നേ ഉള്ളൂ. പക്ഷെ ചെയ്യാന്ന് പറയുന്നത് പ്രോസസ്സാണ്. എങ്ങനെയാ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജിമ്മിൽ പോയി ചെയ്തതാണ്. വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വീഡിയോസ് അല്ല എന്റെ പ്രശ്നം, ആ മാനസികാവസ്ഥ. മാനസികാവസ്ഥ വേറൊന്നുമല്ല, ആരോഗ്യം നോക്കണം എന്നുള്ളത് കൊണ്ട് ചെയ്തു തുടങ്ങിയതാണ്. അപ്പൊ ഇത്രയും വണ്ണമായിരിക്കുമ്പം ചില ആളുകൾക്ക് വണ്ണം എന്ന് പറയുന്നത് ഒരു അസുഖമുള്ളതല്ല. എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട് 120 കിലോ, പക്ഷെ അവർക്ക് ഒരു അസുഖവും ഇല്ല. അതായത് നല്ല പ്രായമുള്ള ആളുകൾ, പക്ഷെ ഒരു അസുഖവും ഇല്ല. അപ്പോൾ ചിലപ്പോൾ അത് അവരുടെ രീതി അങ്ങനെ ആയിരിക്കും. പക്ഷെ എൻ്റെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ബിക്കോസ് പേരൻസിന് 2 പേർക്കും ഷുഗർ, ഡയബറ്റിക്കും പ്രഷറും ഒക്കെ ഉള്ള സ്വാഭാവികമായിട്ട് ഡോക്ടേഴ്സ് നമ്മളോട് പറയുമല്ലോ, നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ അവർ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പം നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനോട് ചെയ്യുന്നൊരു ദോഷമാണ് ആരോഗ്യമില്ലാത്ത ജീവിതം നയിക്കുക എന്നുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ വലുതാവുമ്പം ഇപ്പം എൻ്റെ ഡാഡി ഡയാലിസിസ് ചെയ്തപ്പം ഡാഡിക്ക് കട്ടിലേ കിടന്നാൽ മതിയായിരുന്നു. വേദന അനുഭവിച്ചത് മമ്മിയും ഞാനും എൻ്റെ ബ്രദർ പീയൂഷൊക്കെ എന്തുമാത്രം അനുഭവിച്ചെന്നറിയാം. എൻ്റെ ബ്രദറൊക്കെ ഒത്തിരി അവനൊക്കെ എന്താ പറയുന്നത്, മാറി നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മാറി നിന്ന് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പൈസ ഒപ്പിക്കാൻ പറ്റാത്തത് ഒരാൾ അൺഫെയർ അല്ലേ അത് നമ്മൾ പിള്ളേരോടും ചെയ്യുന്നത്. അപ്പം അവർ വലുതായി അവരുടെ ജീവിതം അവരുടെ സ്വപ്നങ്ങളുമായിട്ട് തേടി പോകുമ്പം നമ്മൾ പണ്ട് കഴിച്ചതിൻ്റെയും കുടിച്ചതിൻ്റെയും എല്ലാത്തിനെയും കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു എൻ്റെ ഭാഷയിൽ നാറി പരിപാടിയാണത്. അപ്പം ചെയ്തു എന്നുള്ളതല്ല, ഞാൻ ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പം തെറ്റാണ് ചെയ്യുന്നത്. കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം ജീവിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. അല്ലാതെ നമ്മുടെ പ്രാരാബ്ദം അവരുടെ മണ്ടയ്ക്കോട്ട് ഇട്ടിട്ട് അസുഖം വന്ന് കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മരുന്നിനുള്ള പൈസയും ചോദിച്ച് കിടക്കുക എന്നുള്ളതിൽ എൻ്റെ വിശ്വാസം. ഇതിനു മുമ്പ് വരെ ഓക്കെ, ഇനി അങ്ങോട്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛയ്ക്കും അത് തന്നെയായിരുന്നു. ബീയിങ് ഹെൽത്തി അത്രയുള്ളത്. ബോഡി എങ്ങനെ പുറമെ കാണുന്നു എന്നുള്ളതിൽ ഇപ്പം ചിലപ്പോൾ നമുക്കറിയാം ഈ പുറമേ വണ്ണമുള്ളത് അല്ലെങ്കിൽ അത്ര ഫിറ്റ് അല്ലെന്ന് തോന്നുന്ന, എന്നാൽ ഫിറ്റാണെന്ന് നമ്മൾ കാഴ്ച തോന്നുന്ന 2 പേരെ എടുത്തൊന്ന് ടോട്ടൽ ബോഡി ടെസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ ഈ ഫിറ്റായിട്ട് നമ്മൾ കാണുന്ന ആൾ അട്ടർ വേസ്റ്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയാം, നമ്മുടെ സേറ കോഹൻ എന്ന് പറയുന്ന മറ്റേ ലാസ്റ്റ് ജൂയിഷ് ലേഡി ഇൻ കൊച്ചി. പുള്ളിക്കാരി ഐ തിങ്ക് ക്രോസ് 100s, അതിനുശേഷമാണ് മരിച്ചത്. ചെറുപ്പം തൊട്ട് നല്ല വണ്ണമുണ്ട്. അതായത് പുള്ളിക്കാരുടെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള എല്ലാ ഫോട്ടോസും അവിടെ ഉണ്ട്. നല്ല തടിച്ചിയും തന്നെ പറയാം, അത്രയും വണ്ണമുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. അവസാന സമയത്ത് മാത്രമേ ഉള്ളൂ ശകലം, അത് മരിക്കാറായ സമയത്തായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പല്ലേ നമ്മൾ പോയി കാണാൻ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഇവിടെയാണ് മരിച്ചത്, കൊണ്ടുപോയില്ലല്ലേ. ഇവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സാറാ കോഹനെ കാണാൻ വേണ്ടി അവിടെ കൊച്ചിയിൽ ചെന്നു. ജ്യൂസ് സ്ട്രീറ്റിൽ പോയി കണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നതും. അപ്പോൾ അവിടെ പോയി പുള്ളിക്കാരെ കണ്ടു. ഷീ ഈസ് ഹെൽത്തി മാത്രം നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. സാധാരണ അതായത് 40 വയസ്സൊക്കെയുള്ള സ്ത്രീകൾ സംസാരിക്കത്തില്ലേ, ഈ പ്രായമുള്ള അമ്മച്ചിമാരുടെ സംസാരമല്ല, വിറവലൊന്നും ഇല്ല സംസാരം. ഓരോ പുള്ളിക്കാരി ക്രോഷേ ചെയ്തിരിക്കുന്ന വർക്കിന്റെ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു, ഇത് അതാണെന്നൊക്കെ പറയും. ഞാൻ വിചാരിച്ചപ്പോ അത് കൊള്ളാം, അത് അങ്ങനെ ശരീരം അങ്ങനെ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. സോ ഹെൽത്തി ആവുക എന്നുള്ള പേര് മാത്രമേ ഇട്ടുള്ളൂ. ഇനി എന്തൊക്കെയാ കൊച്ചിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മോഹങ്ങൾ? ഇപ്പം രണ്ടുപേരുടെയും മനസ്സിൽ ഒരു ഡിസ്കഷനൊന്നും മോഡിലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൻ്റെ മനസ്സിലൊന്നായിരിക്കും, അമ്മയുടെ മനസ്സിൽ വേറൊന്നായിരിക്കും ഉണ്ടാവുക.
എന്റെ മനസ്സിൽ വലിയ മോഹമൊന്നുമില്ല. ഇതിനകത്തൊരു തലച്ചോറുണ്ട്, ആ തലച്ചോറ് ചെയ്തോളും. തന്നെ ചെയ്തോളും. അങ്ങനെയാണ്. നമ്മളെ പോലെ പിന്നെ വലിയ ഒരു ചെറിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവളുടെ പേരിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രൊമോഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് അവക്കുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കണ്ട എന്നുള്ളത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അല്ലാതെ നമ്മളെ പോലെ വ്ളോഗർ ആവണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അവള് വളരെ പെണ്ണാണോ ഇഷ്ടം, ആ എന്താണോ രീതിയിൽ ഇഷ്ടം പോവാന്നുള്ളത്. അത് ചെയ്യാന്നുള്ള നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. നല്ല വിദ്യാഭ്യാസം അതെന്തായാലും കൊടുക്കണം. അത് മസ്റ്റാ. വിദ്യാഭ്യാസം ഇവർക്ക് താല്പര്യം ഇല്ലല്ലോ കൊടുക്കണം. കാര്യം ഇന്നത്തെ ലോകത്ത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ ഭയങ്കര ആ കാര്യത്തിൽ ഞാൻ എൻ്റെ പേരൻസിനോട് അവരെനിക്ക് അതുകൊണ്ട് അവരെനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആ കാര്യത്തിൽ they have given me the best education. The best education ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ദുബായിൽ പഠിപ്പിച്ചു എന്നുള്ളതും നല്ല സ്കൂളിൽ പഠിപ്പിച്ചു, ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണേലും മർത്തോമ കോളേജിൽ MA BA MA എല്ലാം ചെയ്ത് എല്ലാം പഠിപ്പിച്ചു. അപ്പം അത് ഡെഫിനറ്റ്ലി ഇതാണ്. അതുകൊണ്ട് താങ്ക്ഫുൾ ടു ദം. അതെ, സൂസമ്മയെയും കൊച്ചിനെയും കുറിച്ച് താടിക്കാരൻ ഒരു നറേഷൻ പറയുന്നു. ഇത് കൊച്ചു കരയാൻ പോകും, അതിനെ പറ്റിയിട്ട് ഒരു നറേഷൻ പറയും. ഇവരിപ്പം ചങ്കും ചങ്കുമാണ്. അത് പറ്റില്ല. മറ്റേ സ്റ്റൈൽ നറേഷൻ സ്റ്റൈൽ. നറേഷൻ ഇപ്പൊ ഈ ഹെവൻലി എന്നാന്ന് വെച്ചാൽ ഇപ്പൊ സൂസന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ വേണം പറയാൻ. ആ രീതിയിലാണ് ഇപ്പൊ ഇവര് രണ്ടും തമ്മിലുള്ള ആ ഒരു ബോണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നത്. ശരിക്കും ഒരു ദിവസം ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു മാക്സിമം 10 മിനിറ്റ് വല്ലതാണ്. ബാക്കി മുഴുവൻ നോക്കുന്നത്. അടിപൊളിയാണ്. ശരിക്കും ഇപ്പൊ സൂസമ്മ ആരാണ് താടിക്കാരന് ശരിക്കും, അല്ലെങ്കിൽ ടീജോയ്ക്ക് സൂസമ്മ എന്ന് പറയുന്ന ആൾ ആരാണെന്നാണ് എന്റെ ചോദ്യം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മനസ്സിനകത്തൊരു സംഗതിയുണ്ട്, ഒന്ന് യോജിച്ച് നിൽക്കാമെന്നൊക്കെ തീരുമാനിച്ചതാ. പക്ഷെ ഇപ്പൊ തുടരുന്നുണ്ട്. ഇപ്പൊ വന്ന് നിൽക്കുമ്പോൾ എന്താണ് ശരിക്കും നിങ്ങളുടെ റിലേഷനിൽ വന്ന മാറ്റം എന്നാ മനസ്സിലാക്കുക? അതെങ്ങനെ ഒന്ന് വിവരിച്ച് പറയുന്നത്? ഇവർക്ക് എങ്ങനെയാണോ എത്ര സമയമാണ് അതെ അല്ല, നിനക്ക് എന്നൊക്കെ ഉണ്ടെന്നുള്ളതല്ല, അതല്ല എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതാണ് ചോദ്യം. എൻ്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നത് ദിവസം തന്നെയാണ്. കാര്യം ഇപ്പം ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നു. അതേസമയം തന്നെ ബാക്കി മുഴുവൻ കാര്യങ്ങളും നോക്കുന്നു. ഇപ്പം ഞാനൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റൺ ചെയ്യുന്ന സൂസനാണ്. അതേസമയം തന്നെ എസ്റ്റർ എന്ന് പറഞ്ഞൊരു ജ്വല്ലറി റൺ ചെയ്യുന്നു, വീഡിയോസ് എടുക്കുന്നു, പിന്നെ സിലബസുകൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, കരാറുള്ള പ്രൊമോഷൻസ് ഉണ്ട്, അത് ചെയ്യുന്നു. ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ. ഇതിനപ്പുറത്തേക്ക് ഇപ്പൊ ബേബി ഉള്ളത് കൊണ്ട് സൂസൻ എന്ന് ഓർക്കുമ്പോൾ ബേബിയും കൂടെ ചേർത്തിട്ടായിരിക്കും ഒരു പക്ഷെ ഓർക്കുന്നത്. അങ്ങനെ ഒരു അമ്മ, കുഞ്ഞിന്റെ അമ്മ എന്നൊക്കെ ഓർക്കും. എങ്കിലും ഞാനത് അങ്ങനെ ഹിന്റ് തരുന്നുണ്ടെങ്കിലും എന്താണ് ശരിക്കും ഉള്ളിൽ സൂസൻ എന്ന് ഓർക്കുമ്പോ എന്താണ് വരിക? സ്മൈലാണോ? സൂസന്റെ സ്മൈലാണോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ വരുന്ന ഒരു സൂസനെയാണോ? ഇല്ലെങ്കിൽ മറ്റത് ചെയ്തില്ല, രാവിലെ എണീക്കാൻ പറഞ്ഞ എണീറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു സൂസനെയാണോ? അങ്ങനെയല്ല, എക്സ്പ്ലനേഷൻ എങ്ങനെ തരുന്നത് അറിയില്ല. എങ്ങനെ ഞാൻ തിരിച്ച് ഈ ക്വസ്റ്റ്യൻ ഇപ്പുറത്ത് എന്താ ശരിക്കും താടിക്കാരനെ താടി ഓർമ്മ വരും, മുഖം ഓർമ്മ വരും, പക്ഷെ എന്തിലും അതല്ല വേറെന്തെങ്കിലും ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഓർക്കുക? എനിക്ക് തോന്നുന്നു ഫോർ മീ എല്ലാവരും എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് മീ തുടക്കം മുതലേ അച്ഛൻ ഒരു ഫാദർ ഫിഗർ ആയിരുന്നു. ഫാദർ ലവ് അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ ഞങ്ങൾ ഡേറ്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യമായിട്ട് അച്ഛയെന്നല്ല അപ്പയെന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അപ്പയെന്നാണ് വിളിക്കുന്നത്. ഇപ്പം പിന്നെ കുഞ്ഞായതുകൊണ്ട് സാധാരണ സ്ത്രീകളെ വിളിക്കുന്ന അപ്പയെന്നുള്ള വിളി ഇപ്പം ശരിയാവും. ഡാഡാ അപ്പ എന്നൊക്കെ അമ്മമാര് വിളിക്കുന്ന റെഡിയാവും. പക്ഷെ ഞങ്ങൾ ഡേറ്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അപ്പേ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അപ്പ എന്നുള്ള വിളിക്കുന്നതുകൊണ്ട് വിളിച്ചപ്പോഴാണ് ശരിക്കും അച്ഛക്ക് അതൊരു ഭയങ്കര ഡിഫറൻസ് തോന്നിയായിരുന്നു. ഇപ്പം അതൊരു ഫാദർലി ലവ് എന്ന് പറയുന്ന ഒരു ഭയങ്കര, എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ അച്ഛനെ കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ആ ഒരു ഫാദർലി ലവ് ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൊണ്ടല്ല, വിത്ത് ആറ്റിറ്റ്യൂഡും കൊണ്ട്. അതുമില്ല കേട്ടോ, അതുമില്ല, തന്തവൈബില്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീസ് എന്താ പറയുന്ന ഒരു നമ്മള് പറയത്തില്ലേ ഒരു ഭയങ്കര ഹൈഫൈ ഒരു കിടില ഒരു മനുഷ്യൻ, ഗിവിങ് മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കുകയും ചെയ്യും, എന്നാൽ അവരെ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അപ്പൻ, ഒരു മോഡേൺ അച്ഛനാണ്. ഒരു മോഡേൺ അച്ഛൻ. ഇത് ഈ പറഞ്ഞതിന്റെ അർത്ഥം വേറൊന്നുമില്ല, ഞങ്ങള് കുറെ പിള്ളേരെ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ എന്നെ ഒരു ഫാദർലി ഫിഗറിലാണ് കാണുന്നത്. അതാണ് ഈ
പറഞ്ഞു അത് തന്നെയാണ് മനസ്സിൽ ഇപ്പോഴും പക്ഷെ അത് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കണമല്ലോ. അതുമല്ല അവർക്ക് അതായിരിക്കാം, പക്ഷെ സൂസൻ അത് ഫീൽ ചെയ്യണമെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണം ഇപ്പോഴും. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ടായപ്പോൾ എനിക്കത് വലിയ പുത്തരിയായിട്ട് തോന്നിയില്ല. അച്ഛൻ ഈ സ്നേഹം കാണിക്കുന്നത് അത് അച്ഛയുടെ ഉള്ളിലുണ്ട്. ഈസ് ഗോട്ട് ദാറ്റ്, അത് ഉള്ളതാണ്. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി, എന്നിട്ട് തിരിച്ച് ഒരു കൂട്ടുകാരന് ആലോചന വരുമ്പോഴാണ് സൂസന്റെ ഫോട്ടോ കാണുന്നത്. ആ ഫോട്ടോ കണ്ടപ്പോ എന്തായിരുന്നു ആലോചിച്ചത്? കൂട്ടുകാരൻ ആലോചന വന്നത് മാത്രമല്ല, ഞങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം പുള്ളിയുടെ കൂട്ടുകാരൻ എന്റെ ആലോചന വന്നു. ഫോട്ടോ ഞങ്ങൾ അയച്ചു കൊടുത്ത് പുള്ളിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് വണ്ണം ഉള്ളതുകൊണ്ട് പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളി ഒരു ഭയങ്കര ജിം ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിക്ക് അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ആളെ മതി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, പക്ഷെ നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ അച്ഛൻ ഇത് കെട്ടിയിട്ടല്ലേ, ഇത് കേട്ടു 1 വർഷമായില്ല. അത് കറങ്ങി തിരിച്ച് വേറൊരാളോട് അതൊക്കെ നമ്മൾ അത്രയൊക്കെ വിജയത്തെടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പറ്റൂല. ഞങ്ങൾ ഈയിടെ ഒരു മീറ്റിംഗിൽ പോയപ്പോ ഞങ്ങൾ ഇങ്ങനെ കേട്ടതാണ്, ഒരു സെമിനാർ പോയപ്പോ കേട്ടാണ്, ഒരു മനുഷ്യനെ നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് കണ്ടു, അയാളെ നോക്കി നിങ്ങൾ ചിരിച്ചു. അതേ മനുഷ്യനെ നിങ്ങൾ നിങ്ങളുടെ പ്ലെയിനിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കണ്ടപ്പോൾ ആ പുള്ളി ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ പുള്ളി പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ വെച്ചും കണ്ട് ചിരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴോട്ട് ഇറങ്ങി ഒരു ചായക്കട വെച്ച് ചായ കുടിക്കാൻ ചെന്നപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് ദൈവം ഒരു മനുഷ്യനെ കാണിച്ചു കൊടുക്കണം, ഇനിയെങ്കിലും പോയി ആ മനുഷ്യനോട് മിണ്ടുക. കാരണം എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ കറങ്ങി തിരിഞ്ഞ് ഇയാളെ തന്നെ കുറെ തവണ കാണും, എന്നിട്ട് നിങ്ങൾ കാണാതെ മിണ്ടാതെ പോകുന്നത് ശരിക്കും മിസ് ഔട്ട് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വിട്ടിട്ടും ഇത് കറങ്ങി നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ളത് നമുക്ക് തന്നെ വന്ന് ഭവിക്കും, എന്തൊക്കെ പറഞ്ഞാലും. അതായത് അതിന്റെ ഒരു വലിയ സത്യമാണ് ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത്. ഏറ്റവും സന്തോഷത്തില് ജീവിതം ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും സംഭവിക്കുന്നത് ഇപ്പോഴും കൂടെ ആയിരിക്കും. കാരണം അത്രയും സന്തോഷം ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരു ഹൈപ്പിനെക്കാളും കൂടുതലായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും നാളുള്ള സന്തോഷം എല്ലാവർക്കും ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കും കൂടെ രണ്ടുപേർക്കും കൂടി. അതുപോലെ ഇവളുണ്ടാകുന്ന സമയത്ത് ആളുകൾ വെയിറ്റ് ചെയ്ത ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആളുകൾ ചോദിച്ച മെസ്സേജ് ബോക്സ് ഒക്കെ ഒരു വിധത്തിലും തുറക്കാൻ പറ്റാതെ അത്രയും ലേഡീസ് ആണ് കേട്ടോ, എല്ലാം സൂസന്റെ ഫാൻസ്, എന്റെ ഫാൻസ് അല്ല, മൊത്തം സൂസന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറക്കാൻ പറ്റാതെ അത്ര ലേഡീസ് അത്രയും ക്യൂരിയസ് ആയിരുന്നു കാര്യത്തില്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കണ്ടു തള്ളി പേര്. പിന്നെ ഈ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിക്കുന്ന ആ ഒരു വീഡിയോയ്ക്ക് മലയാള സിനിമയിൽ ഇനി അതിന് ലൈക്കൊക്കെ അവര് ചെയ്യാത്ത നടിമാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്മാർ ഒറ്റ ആള് പോലും ഇല്ല, മൊത്തം നടിമാരും ഉണ്ടായിരുന്നു. അടിപൊളി, സന്തോഷത്തെ തന്നെ തുടരുക. യെസ്, താങ്ക് യു. താങ്ക് യു.